ഹായ്. അർജന്റീനയ്ക്ക് എല്ലാം എളുപ്പം. കണ്ടില്ലേ അർജന്റീന കാബോ വെർദെ. അർജന്റീനയുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് സാധനങ്ങൾ ഇനി ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു. പക്ഷേ കുറച്ചധികം ഹെയ്റ്റുകളും നെഗറ്റീവ് കമൻറ്റുകളും ലോജിക്കില്ലാത്ത കുറേ പോസ്റ്റുകളും കാണുന്നത് കൊണ്ട് പറയേണ്ടി വരികയാണ്. ശരിക്കും എന്താണ് ഫിഫ നടത്തിയ ഫോർമാറ്റും ഗ്രൂപ്പ് മാച്ചുകളും? സ്റ്റേജ് 1 ശരിക്കും മാർച്ച് 2023 ആദ്യത്തെ ഫോർമാറ്റ് ഫിഫ ഫൈനലൈസ് ചെയ്യുന്നത്. അന്നാണ് 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 104 മാച്ചുകൾ എന്ന കൺസെപ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. സ്റ്റേജ് 2 ഫെബ്രുവരി 2024 ഫിഫ ഫൈനൽ ഷെഡ്യൂൾ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുന്നത്. അന്നാണ് എല്ലാ കളികളും ഏതാണ്ട് തീരുമാനിക്കപ്പെട്ടത്. അതായത് ഏതാണ്ട് 2.5 വർഷം മുന്നേ. അന്ന് ഒരുപാട് ടീമുകൾ ക്വാളിഫൈഡേ അല്ല. സ്റ്റേജ് 3 ഡിസംബർ 2025 അന്നാണ് ഈ ഫൈനൽ ഡ്രോ തീരുമാനിക്കപ്പെടുന്നത്. അതും 4 പോട്ടുകളായി ടീമുകളെ തരംതിരിക്കുകയും നറുക്കെടുപ്പ് നടക്കുകയും ഒക്കെ പ്ലാൻ ചെയ്യുകയുണ്ടായി. ശരിക്കും നവംബറിൽ തന്നെ അതിൻ്റെ ഒരു പ്രൊസീജിയർ ഫിഫ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഈ ഫുട്ബോൾ കളി കാണാൻ പ്ലാൻ ചെയ്യുന്നവരും പണ്ഡിറ്റുകളെല്ലാം കുറച്ച് കളികൾ സീരിയസ് ആയി നോക്കി വെച്ചിരുന്നു. അതിലൊന്നായിരുന്നു അർജന്റീന റൗണ്ട് 32. കാരണം അർജന്റീന റൗണ്ട് 32 വരിക ഗ്രൂപ്പ് എച്ചിലെ 2ാം സ്ഥാനക്കാരുമായിട്ടാണ്. അതായത് ഒന്നുകിൽ സ്പെയിൻ അല്ലെങ്കിൽ ഉറുഗ്വേ. ഇതിൽ പലരും പറഞ്ഞിരുന്നത് അർജന്റീനക്ക് ഉറുഗ്വേ വേണ്ട, സ്പെയിനാണ് ബെറ്റർ. കാരണം ഉറുഗ്വേ ഓൾറെഡി അർജന്റീനയെ ക്വാളിഫയിങ് റൗണ്ടിൽ തോൽപ്പിച്ചിട്ടുണ്ട്, 2-0 തോൽപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല മാർസലോ ബിയൽസെ പോലെയുള്ള ഭയങ്കര ഹൈ ഇൻറ്റൻസ് ഫിസിക്കൽ ഹൈ സ്പീഡ് ഫുട്ബോൾ കളിക്കുന്ന കളിയെ പ്രതിരോധിക്കാൻ അർജന്റീന സ്ട്രഗിൾ ചെയ്യും. മാത്രമല്ല ഒരു സൗത്ത് അമേരിക്കൻ എൽ ക്ലാസിക്കോ നടക്കുകയും ചെയ്യും. അപ്പോൾ സ്പെയിൻ ആയിരിക്കും ബെറ്റർ. ശരിക്കും അതൊരു ഗ്യാരണ്ടീഡ് കളിയായിരുന്നു, സ്പെയിൻ അല്ലെങ്കിൽ ഉറുഗ്വേ. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ കാബോ വെർദെ എന്നൊരു ടീം വന്ന് വളരെ സർപ്രൈസിങ് ആയിട്ട് സ്പെയിനിന് ഒരു ഗോൾ വഴങ്ങിയില്ല. ഉറുഗ്വേയുമായി സമനില പിടിച്ചു, അടുത്ത ടീമുമായി സമനില പിടിച്ചു. ഉറുഗ്വേ ഔട്ടായിപ്പോയി ക്വാർട്ടർ ഫൈനൽ. ഇത് ശരിക്കും ഈ ലോകകപ്പിന് മുന്നേ എല്ലാവരും കാത്തിരുന്ന ഒരു സൂപ്പർ മാച്ചായിരുന്നു. മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവർ തമ്മിൽ പരസ്പരം കളിക്കുന്ന ഒരു പോർച്ചുഗൽ വേഴ്സ് അർജന്റീന എന്ന വലിയൊരു ബിഗ് മാച്ച് ഉണ്ടാവേണ്ട ഫോർമാറ്റായിരുന്നു അത്. എന്തായാലും 1ാം സ്ഥാനത്ത് എത്തുകയും അർജന്റീന വിയസ് പോർച്ചുഗൽ എന്നൊരു കളി വരികയും എന്ന് ലോകം മൊത്തം കാത്തിരുന്നതാണ്. അവിടെ എന്താ സംഭവിച്ചത്? പോർച്ചുഗൽ 2ാം സ്ഥാനത്തേക്ക് പോയി, പുവർ പെർഫോമൻസിലേക്ക് പോയി. കൊളംബിയാണ് അവിടെ 1ാം സ്ഥാനത്തേക്കാരായത്. ഇനി പോർച്ചുഗൽ മോശമായിട്ട് കളിച്ചതാണോ എന്ന് നമുക്ക് അറിയില്ല. അല്ലെങ്കിൽ പോർച്ചുഗൽ വേഴ്സസ് അർജന്റീന കളി അവിടെ വരേണ്ടതാണ്. പിന്നെ സെമി ഫൈനൽ ആസ് യൂഷ്വൽ ബ്രസീൽ ഓർ ഇംഗ്ലണ്ടുമായിട്ടായിരിക്കും ജയിച്ച് കയറുകയാണെങ്കിൽ അർജന്റീന ബീറ്റ് ചെയ്യേണ്ടി വരിക. നോക്കൗട്ട് റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വളരെ ക്രൂഷ്യലായ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഇമാതിരി യന്ത്രങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, വീണ്ടും കാണാം.